ഹലോ ഫിസിയോസ്. ഇലക്ട്രോതെറാപ്പിയിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടെൻസ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ടെൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ. ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ സ്കിൻ എന്നാണ് അർത്ഥം. അപ്പം സ്കിന്നിലൂടെ ഇലക്ട്രിക്കൽ കറണ്ടിനെ കടത്തിവിട്ട് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പെയിൻ കുറയ്ക്കുന്ന മൊഡാലിറ്റിയാണ് ടെൻസ്. ഇനി നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ വെച്ച് തുടങ്ങാം. ടെൻസ് എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേസീവ് ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റിയാണ്. അതായത് ബോഡിയുടെ ഉള്ളിലല്ല, പുറമേ നൽകുന്ന പ്രൊസീജിയറാണ്. ഇവിടെ സർഫസ് ഇലക്ട്രോഡ് സ്കിന്നിൽ പ്ലേസ് ചെയ്ത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ബോഡിയിലേക്ക് കൊടുത്ത് സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പെയിൻ കുറയ്ക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ സ്കിന്നിലൂടെ ഇമ്പൾസസ് കൊടുത്ത് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പെയിൻ കുറയ്ക്കുന്ന മൊഡാലിറ്റിയാണ് ടെൻസ്. ഇനി നമുക്ക് ടെൻസിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് തന്നെ ഇലക്ട്രിസിറ്റി പെയിൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈജിപ്റ്റ്, ഗ്രീക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ടൊർപെഡോ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഫിക്ഷനെ ഉപയോഗിച്ച് മീനിനെ ഉപയോഗിച്ചുകൊണ്ട് പെയിൻ കുറയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് ഭയങ്കര ഷോക്കായിട്ടുള്ള ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആയിരുന്നു. പക്ഷേ 18-19 സെഞ്ച്വറീസിലോട്ട് എത്തിയപ്പോഴേക്കും ഇലക്ട്രിക്കൽ കറണ്ടുകൾ തെറാപ്യൂട്ടിക്കൽ മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടി ഇലക്ട്രോഫിസിയോളജിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും ഇലക്ട്രിസിറ്റിയെ കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് പേഷ്യൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇലക്ട്രിസിറ്റീനെ മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ടെൻസ് പോലുള്ള അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട് പെയിൻ കുറയ്ക്കാനുള്ള മൊഡാലിറ്റീസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇനി നമുക്ക് ടെൻസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹെഡിങ് ആണ് പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് ടെൻസ് വർക്ക് ചെയ്യുന്നത്, ടെൻസ് വഴി എങ്ങനെയാണ് നമുക്ക് പെയിൻ കുറയുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സ്കിന്നിലൂടെ ഡെലിവറി ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലുള്ള സെൻസറി നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി നോസിസെപ്റ്റീവ് ഇൻഫോർമേഷൻ, നോസിസെപ്റ്റീവ് എന്ന് വെച്ചാൽ പെയിൻ എന്നാണ് അർത്ഥം, പെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്തി പെയിൻ മോഡുലേറ്റിംഗ് മെക്കാനിസമോ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റിംഗ് പാറ്റേൺസിൽ വ്യത്യാസമോ എൻഡോജിനസ് അനാൽജിക് മെക്കാനിസം വഴിയോ നമ്മുടെ പെയിനിനെ കുറയ്ക്കുകയാണ് ടെൻസ് മെയിനായിട്ടും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടെൻസ് മെയിനായിട്ടും ആ പെയിൻ ഉണ്ടാക്കുന്ന കോഴ്സിനെ അല്ല റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കോഴ്സിനെ അല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, നമുക്കുണ്ടാകുന്ന പെയിനിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കോഴ്സ് അവിടെ തന്നെ കാണും, പക്ഷേ അത് കാരണം ഉണ്ടായ ഇപ്പം നെർവിനൊരു ഇഞ്ചുറി, ടിഷ്യൂവിനൊരു ഇഞ്ചുറി പറ്റിയിട്ടാണ് നമുക്ക് വേദന ഉണ്ടാകുന്നതെങ്കിൽ ആ ഇഞ്ചുറി ഹീൽ ചെയ്യുകയല്ല ടെൻസ് ചെയ്യുന്നത്, നമുക്ക് ആ ഇഞ്ചുറി കാരണമുണ്ടായ പെയിനിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പെയിൻ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെൻസ് മെഷീൻ നമുക്കുണ്ടാകുന്ന പെയിനിനെ 4 രീതിയിലാണ് നമുക്ക് കുറച്ച് തരുന്നത്. ഒന്ന് ഗേറ്റ് കൺട്രോൾ തിയറി വഴി, രണ്ടാമത്തത് എൻഡോജീനസ് ഓപ്പോയിഡ് മെക്കാനിസം വഴി, 3 ആക്ടിവേഷൻ ഓഫ് ഡിസെൻഡിങ് പെയിൻ ഇൻഹിബിറ്ററി മെക്കാനിസം വഴി, 4ാമത്തത് സെക്കൻഡറി ആണ്, റിലാക്സേഷൻ ഓഫ് മസിൽ പാസം വഴിയാണ് നമുക്ക് അനുഭവപ്പെടുന്ന പെയിനിനെ മെയിനായിട്ടും ടെൻസ് കുറയ്ക്കുന്നത്. നമുക്ക് ഇനി ഈ 4 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിൽ മെയിനായിട്ടും ടെൻസ് മെഷീൻ വെക്കുമ്പോൾ നമുക്ക് പെയിൻ കുറയാനുള്ള കാരണം ഗേറ്റ് കൺട്രോൾ തിയറി വഴിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഗേറ്റ് കൺട്രോൾ തിയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഗേറ്റ് കൺട്രോൾ തിയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെൻസ് മെഷീൻ വേദനയുള്ള ഭാഗത്ത് വെക്കുമ്പോൾ അത് എ ബീറ്റ ഫൈബേഴ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ലാർജ് ഡയമീറ്റർ ഉള്ള എ ബീറ്റ ഫൈബേഴ്സ്. ഈ എ ബീറ്റ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ടച്ച്, പ്രഷർ, വൈബ്രേഷൻ ഇതുപോലെ സെൻസേഷൻസ് നൽകുന്ന ഫൈബേഴ്സാണ്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ എ ബീറ്റ ആക്ടിവേഷൻ സംഭവിക്കുമ്പോൾ അത് സ്പൈനൽ കോഡിൻ്റെ ഡോർസൽ ഹോണിലുള്ള ഇൻഹിബിറ്ററി ഇൻ്റർന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ഇൻഹിബിറ്ററി ഇൻ്റർന്യൂറോൺസ് എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സാണ് പെയിനിനെ നമ്മുടെ ഹയർ സെൻറ്റേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഈ ഇൻഹിബിറ്ററി ഇൻ്റർന്യൂറോൺസ് എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴേക്കും പെയിൻ ട്രാൻസ്മിഷൻ നടക്കില്ല. അങ്ങനെ പെയിൻ സിഗ്നൽസ് നമ്മുടെ ഹയർ സെൻറ്റേഴ്സിലോട്ട് എത്താതിരിക്കുകയും പെയിൻ കുറയുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എ ബീറ്റ ഡയറക്റ്റ്ലി എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയല്ല, എ ഡെൽറ്റ ഇൻഹിബിറ്ററി ഇൻ്റർന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ഇൻഹിബിറ്ററി ഇൻ്റർന്യൂറോൺസ് ആണ് എ ഡെൽറ്റ ആൻഡ് സി ഫൈബേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പെയിൻ കുറയ്ക്കുന്നത്.
മെയിനായിട്ടും പെയിൻ കുറയുന്നത് ഗേറ്റ് കൺട്രോൾ തിയറി വഴിയാണെങ്കിലും വേറെ 2 മെക്കാനിസം വഴിയും പെയിൻ നമുക്ക് കുറയുന്നുണ്ട്. അതിലൊന്നാണ് എൻഡോജീനസ് ഒപ്പോയിഡ് മെക്കാനിസം. അതെന്താണെന്ന് നോക്കാം. എൻഡോജീനസ് ഒപ്പോയിഡ് മെക്കാനിസം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് പെയിൻ റിലീഫ് ചെയ്യുന്ന സിസ്റ്റമാണ്. ടെൻസ് നമ്മുടെ ബോഡിയിലേക്ക് വെക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലുള്ള എൻഡോജീനസ് ഒപ്പോയിഡ് മെക്കാനിസത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുവഴി നാച്ചുറലായിട്ടുള്ള ഒപ്പോയിഡ്സ് എന്ന് പറയുന്ന പെയിൻ കുറയ്ക്കുന്ന പെയിൻ കില്ലേഴ്സാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അതിനെ റിലീസ് ചെയ്യുന്നു. ഈ ഒപ്പോയിഡ് റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നോസിസെപ്റ്റീവ് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്കലി ഇൻഹിബിറ്റ് ചെയ്യും. അതുവഴി പെയിൻ കുറയ്ക്കും. ഇതാണ് ടെൻസ് ചെയ്യുന്ന രണ്ടാമത്തെ മെക്കാനിസം. മൂന്നാമത്തെ മെക്കാനിസമാണ് ആക്ടിവേഷൻ ഓഫ് ഡിസെൻഡിങ് പെയിൻ ഇൻഹിബിറ്ററി മെക്കാനിസം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടെൻസ് മെഷീൻ വെക്കുമ്പോഴേക്കും നമ്മുടെ ബീറ്റ ഫൈബേഴ്സ് ആക്ടിവേറ്റ് ആകുകയും അത് ഇൻഹിബിറ്ററി ഇൻ്റർന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ബീറ്റ ഫൈബേഴ്സ് നമ്മുടെ സുപ്രാസ്പൈനൽ പെയിൻ മോഡുലേറ്റിംഗ് സെൻറ്റേഴ്സിനെയും ആക്ടിവേറ്റ് ചെയ്യും. അതുവഴി ഡിസെൻഡിങ് ഇൻഹിബിറ്ററി പാത്വേ ആക്ടിവേറ്റഡ് ആയിട്ട് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിലേക്ക് പെയിൻ പോകുന്ന പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെയും നമുക്ക് പെയിൻ റിലീഫ് ഉണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്ക് പെയിൻ പാത്വേ ഉണ്ടാകില്ല. സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്ക് പെയിൻ ഉണ്ട് എന്ന് അറിയിക്കത്തില്ല. അതുപോലെ തന്നെ എങ്ങാനും സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്ക് പാത്വേ പോയാലും അവിടെ നിന്ന് തിരിച്ച് ബ്രെയിൻ പെയിൻ ഉണ്ട് എന്ന് അറിയിക്കുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നാലാമതായിട്ട് പെയിൻ കുറയ്ക്കുന്നത് റിഡക്ഷൻ ഓഫ് മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ ഗാർഡിങ്. അതായത് നമുക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മസിൽസ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മസിൽ ഗാർഡിങ്ങും സ്പാസമും ഉണ്ടാക്കും. അത് ഒന്നും കൂടെ പെയിൻ കൂട്ടുകയുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കലി ടെൻസ് വഴി നമുക്ക് പെയിൻ കുറഞ്ഞു കഴിയുമ്പോൾ മസിൽ സ്പാസവും മസിൽ ഗാർഡിങ്ങും ഓട്ടോമാറ്റിക്കലി കുറയും. അതുവഴിയും നമുക്ക് കുറച്ച് പെയിൻ റിലീഫ് തോന്നും. ഇതാണ് നാലാമത്തെ മെക്കാനിസം. 4 മെക്കാനിസം ഉണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ടെൻസ് വെക്കുമ്പോൾ പെയിൻ നമുക്ക് മെജോറിറ്റിയും കുറയുന്നത് ഗേറ്റ് കൺട്രോൾ തിയറിയും എൻഡോജീനസ് ഒപ്പോയിഡ് മെക്കാനിസവും വഴിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ടെൻസിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സ്. എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമുക്ക് ടെൻസിൽ ചെയ്യാനായിട്ടുള്ളത്? അതിൽ വരുന്നത് ഫ്രീക്വൻസി, പൾസ് ഡ്യൂറേഷൻ, ഇൻറ്റൻസിറ്റി, വേവ് ഫോം, മോഡ് ഓഫ് സ്റ്റിമുലേഷൻ, ഇലക്ട്രോഡ് പ്ലേസ്മെൻറ്റ്. ഓരോ പാരാമീറ്റേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പൾസ് ഡെലിവേർഡ് 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രിക്കൽ പൾസസ് വരണമെന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി. ഇപ്പോൾ 100 ഹെർട്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 100 ഇലക്ട്രിക്കൽ പൾസസ് ആയിരിക്കും ഡെലിവർ ആകുക. ഈ ഡെലിവർ ആകുന്ന ഓരോ ഇലക്ട്രിക്കൽ പൾസസിനെയും എത്ര നേരം ലാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് പൾസ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ പൾസ് വിഡ്ത്ത്. ഡ്യൂറേഷൻ ഓഫ് ഈച്ച് പൾസസ് ഡെലിവേർഡ് ഈസ് കോൾഡ് പൾസ് ഡ്യൂറേഷൻ ഓർ പൾസ് വിഡ്ത്ത്. ഇനി ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര സ്ട്രോങ്ങിലായിരിക്കണം ആ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ഇൻറ്റൻസിറ്റി. അടുത്തത് വേവ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളതൊരു ഗ്രാഫിൽ ഇലക്ട്രിസിറ്റീനെ ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ ഒരു വേവ് ഫോം ആകും. ആ വേവ് ഫോം ടെൻസിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബൈഫേസിക് ആയിട്ടുള്ള പൾസ്ഡ് വേവ് ആയിരിക്കും അല്ലെങ്കിൽ കറണ്ട് ആയിരിക്കും. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമല്ല 2 ഡയറക്ഷനിലും പോകുന്ന വേവ് ഫോം ആയിരുന്നു കൂടുതലായിട്ടും ടെൻസിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് മോഡ് ഓഫ് സ്റ്റിമുലേഷൻ. 3 രീതിയിലാണുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് മോഡ് ഓഫ് സ്റ്റിമുലേഷൻ. അത് 3 രീതിയിലാണുള്ളത്: കണ്ടിന്യൂസ് മോഡ്, ബേസ്റ്റ് മോഡ്, മോഡുലേറ്റഡ് മോഡ്. കണ്ടിന്യൂസ് മോഡ് എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രീക്വൻസി, പൾസ് ഡ്യൂറേഷൻ, അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും ട്രീറ്റ്മെൻറ്റ് തീരുന്നത് വരെ കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. ബേസ്റ്റ് മോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പൾസുകളും ബേസ്ഡായിട്ട് ഓരോരോ സമയത്തായിരിക്കും ഡെലിവേർഡ് ആകുന്നത്. മോഡുലേറ്റഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതലുള്ള പാരാമീറ്റേഴ്സ്
കണ്ടിന്യൂസ്ലി വാരീഡ് ആയിരിക്കും. ഓരോ കണ്ടീഷൻ അനുസരിച്ച് മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. ഫ്രീക്വൻസിക്കോ പൾസ് ഡ്യൂറേഷനോ ഇൻറ്റൻസിറ്റിക്കോ ഓരോ സമയത്തിനനുസരിച്ച് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പാരാമീറ്റേഴ്സ് ഇലക്ട്രോഡ് പ്ലേസ്മെൻ്റ് ആണ്. ടെൻസ് നമുക്ക് മെയിനായിട്ടും വെക്കേണ്ടത് എവിടെയൊക്കെയാണ് ടെൻസിൻ്റെ പ്ലേസ്മെൻ്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എറൗണ്ട് ദ പെയിൻഫുൾ ഏരിയ, വേദനയുള്ളതിൻ്റെ ചുറ്റും നമുക്ക് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യാം. പെയിൻഫുൾ ഡെർമറ്റോംസ്, എവിടെയാണോ പെയിൻ തോന്നുന്നത് അതിൻ്റെ ഡെർമറ്റോംസിൽ നമുക്ക് വെക്കാം. പിന്നെ പെരിഫറൽ നെർവ്സ്, അതായത് ഇപ്പം നമ്മുടെ അപ്പർ ബോഡിയുടെ എവിടെയെങ്കിലും അപ്പർ ലിംബിലൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ ആ നെർവ് കണ്ടക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് ടെൻസിൻ്റെ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യാം. അതേപോലെ അക്വപഞ്ചറായിട്ടുള്ള പോയിൻറ്റ്സിലും നമുക്ക് ടെൻസ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇത്രയുമാണ് പാരാമീറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പാരാമീറ്റേഴ്സിനെ കുറിച്ചൊരു ഏകദേശ ഐഡിയ കിട്ടുവാണെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് ടെൻസുകൾ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ടെൻസിനെ കുറിച്ചൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പാർട്ടിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.